അങ്ങനെ ഞങ്ങളുടെ എന്തൊക്കെ സാധനങ്ങളാന്ന് പറയാൻ ഞങ്ങൾ കോയമ്പത്തൂർക്ക് പോകാൻ നിൽക്കുക കേട്ടോ. പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ അയ്യോ ഇതെന്തായിട്ട് ഡിക്കി അടയ്ക്കാത്? ഡിക്കി അടച്ചിട്ടില്ല. അതെന്താ ചേട്ടാ അത് താഴ്ത്ത്. അപ്പോൾ അതേ ഡ്രസ്സുകളൊക്കെ ഇന്നലെ കഴുകിയിട്ട് അപ്പോൾ ആ ഉണങ്ങാത്ത കുറച്ച് ഡ്രസ്സ് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് കഴുകാനൊക്കെ നിൽക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അമ്മേ നോക്കിയൊക്കെ എന്തൊക്കെ ഇതിലുള്ള കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ ഒരു പില്ലോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, കാരണം ഇവൻ കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങും. അപ്പോൾ അവനിങ്ങനെ മടിയിൽ വെക്കണ്ട, അപ്പോൾ പില്ലോയിൽ കിടത്താലോ എന്ന് ഓർത്തിട്ട്. പിന്നെന്താ കുറച്ച് ഡ്രസ്സുകൾ ദേ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനി പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ രാവിലെ ഒന്നും കുക്ക് ചെയ്തില്ല. രാവിലെ ജ്യൂസ് ഉണ്ടാക്കലായിരുന്നു പണി. തണ്ണിമത്തം ഫ്രിഡ്ജിൽ വെച്ചാൽ 3 ദിവസം നമ്മൾ പുറത്താണ്. അപ്പോൾ അത് വരുമ്പോഴേക്കും നാശമായി പോലോ എന്ന് ഓർത്തിട്ട് തണ്ണിമത്തൻ കുരുവൊക്കെ കളഞ്ഞ് നേരെയാക്കി. രാജുവേട്ടനാണ് കേട്ടത്. ജ്യൂസ് അടിക്കലായിരുന്നു പണി ഉണ്ടായിരുന്നു. ഹലോ, അങ്ങനെ എന്താ പറയുക, ഞങ്ങൾ പോണ വഴിക്ക് കാപ്പി കുടിച്ചിട്ട് രാവിലെ ഒന്നും കുക്ക് ചെയ്തില്ലല്ലോ. അപ്പോൾ നോക്കിയിട്ടും ഒരു ഇഡ്ഡലിയാണ് അവൻ കഴിച്ചത്. പിന്നെ ഒരു ഇഡ്ഡലി പാഴ്സൽ വാങ്ങിയിട്ടോ. പിന്നെ ഇപ്രാവശ്യം ഞങ്ങൾ 2 നൈറ്റും ഒരു ഡേയും, അന്നത്തെ ദിവസം പിന്നെ പിറ്റേ ദിവസം ഡേ കഴിഞ്ഞ് നൈറ്റിൽ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. അപ്പം കുറേ ഒന്നും നമുക്ക് കണ്ടന്റ് ഇല്ല. അപ്പം കുറച്ച് എന്താ പറയുക, സ്പെഷ്യലായിട്ടുള്ള സംഗതികൾ മാത്രം ഞാൻ ജസ്റ്റ് എടുത്തുള്ളൂ. അവിടെ റൂമിലെത്തിയപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ എടുത്തു. ആ ജനൽ ഞാൻ ആദ്യം തന്നെ ഒരു എന്താ പറയുക, അതാണ് ഞാൻ പറയണത്. ജനലുണ്ട് അവിടെ, ആ ജനലിൻ്റെ അപ്പുറത്തൊരു റൂമുണ്ട് കേട്ടോ. അപ്പം ഞാൻ മോന് ഫീഡ് ചെയ്യേണ്ടതൊക്കെ അല്ലേ, അതുകൊണ്ട് ചെന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യാതെ കർട്ടൻ ഇടുകയാണ്. അതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ താഴേക്ക് പോയി. താഴെ ചെന്നാൽ പിന്നെ അതിന് സ്വാതന്ത്ര്യമാണ്. ഇവിടെ നമ്മളിങ്ങനെ അപ്പുറം കിടക്കാതിരിക്കാൻ ഇങ്ങനെ ഇതൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, ഡോറൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അവിടെ അതൊന്നും ഇല്ല. അതിന് ഓടി നടക്കുക, ഓരോന്ന് എടുക്കുക, കളിക്കുക, ഡാൻസ് കളിക്കുക. പിന്നെ ഇപ്രാവശ്യം ചെന്നപ്പോൾ അവിടെ TV ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അവരുടെ കുട്ടി എക്സാം ആയ കാരണം അവർ TV കട്ടിയിരിക്കുന്നു. ഇപ്രാവശ്യം TV ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം ബോറൊക്കെ അടിക്കും കേട്ടോ. കുറേ നേരം പിന്നെ വൈകുന്നേരം അവരൊപ്പം അത് തുണി ഇളക്കാൻ ടെറസിൻ്റെ മുകളിൽ പോയപ്പോൾ കുറച്ച് നേരം ടെറസിൻ്റെ മുകളിൽ പോയി നിന്നു. ഇരിക്കാനും നിന്നെ അനുവദിക്കില്ലല്ലോ അതു. പിന്നെ എന്താ പറയുക, അവൻ എൻ്റെ മൊബൈൽ എടുത്തതേ, മൊബൈൽ എടുക്കാൻ പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല, മൊത്തം അവൻ അലമ്പാക്കണം എടുത്തിട്ട് മൊബൈലിൽ ക്യാമറയിൽ കൈയൊക്കെ വെച്ചിട്ട്. പിന്നെന്താ പറയുക, അവന് ഞാനിങ്ങനെ മൊബൈൽ എടുത്ത് പിടിച്ചിട്ട് വീഡിയോ ചെയ്യണതൊക്കെ അവൻ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അത് കാരണം അവന് മൊബൈൽ എടുത്തിട്ട് അതേപോലെ തന്നെ ഇങ്ങനെ മുകളിലേക്ക് പിടിക്കുകയാണ്. പിടിക്കുമ്പോൾ ആക്ച്വലി അവൻ്റെ കൈ ക്യാമറയിൽ പെട്ടുകൊണ്ട് അതവൻ അറിയില്ലല്ലോ ക്യാമറ അവിടെയാണെന്നുള്ളത്. അവൻ ഇങ്ങനെ പൊക്കി മൊബൈൽ, നമ്മൾ സെൽഫി എടുക്കില്ല, അതുപോലെ മൊബൈൽ പൊക്കി പിടിക്കുമ്പോൾ ഇങ്ങനെ താഴ്ത്തി പിടിക്കുക, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേ കുറച്ച് നേരം TV വെച്ചപ്പോൾ അവിടെ ഒതുങ്ങിയിരുന്നു. ഒരു 2 സെക്കൻഡിലേക്ക് ഇരിക്കാൻ പറ്റി. പിന്നെ അവിടെ നിന്ന് ഞാൻ മുകളിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവൻ മുകളിലേക്ക് കൊണ്ടുവന്നതിന് കരയാണ്, ഒരേ കരച്ചിൽ. പിന്നെ അത് കഴിഞ്ഞു. ഓരോ ദിവസം കേട്ടോ. അതൊരു ദിവസത്തെ ഒന്നല്ല, 2-3 ദിവസത്തെയാണ്. പിന്നെ ഏപ്രിൽ 22 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അന്നത്തെ ദിവസം തലേദിവസം രാത്രി ഞാൻ എൻ്റെ ബർത്ത്ഡേ ആണെന്നൊക്കെ സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ പേര് സ്റ്റാറ്റസിലൊക്കെ വിഷ് ചെയ്തു. ഏട്ടൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് എന്നെ വിഷ് ചെയ്തില്ല. ഏട്ടൻ്റെ മൈൻഡ് പോലും ചെയ്യാതെ വർക്കിന് പോയി. ഞാൻ വർക്ക് കഴിഞ്ഞ് ഏട്ടൻ വരാറായെന്ന് വിളിച്ചിട്ട് ഏട്ടന് അപ്പോഴൊന്നും ഏട്ടൻ വിഷ് ചെയ്യണില്ല. അങ്ങനെ ആയിട്ട് എന്താ പറയുക, സങ്കടം. വിഷയാതിന് നമുക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ ഏട്ടൻ 10:30 ആയപ്പോഴാണ് വന്നത്. വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ നോക്കുമ്പോൾ കേക്കായിട്ടാണ് വന്നത്. അത് ഭയങ്കര സർപ്രൈസായി. അങ്ങനെ അവിടെ ഞങ്ങൾ ഇവരുടെ ഈ ഫാമിലിയുടെ മുകളിലെ ക്വാർട്ടേഴ്സിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ കൂടെ അവിടെ കേക്ക് കട്ട് ചെയ്ത് ഞങ്ങൾ അടിച്ചു പൊളിച്ചു. അപ്പോൾ അവർ ചോദിച്ചു രാവിലെ പറഞ്ഞില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തായാലും ഏട്ടനോട് പറയില്ലേ. ഏട്ടൻ ഓർക്കുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ മിണ്ടാണ്ടിരുന്നതാണ്.
അങ്ങനെ അവിടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനും കഴിഞ്ഞു. അങ്ങനെ അതൊക്കെ ഞങ്ങളോട് പോന്നു കേട്ടോ. പോരുമ്പോൾ ഉള്ള വീഡിയോ ഒന്നും എടുത്തില്ല, നൈറ്റുള്ള ടയേർഡായിട്ടൊക്കെ അല്ലേ വരിക, അത് കാരണം അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പം അത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ലവ്.